ഞാനിപ്പോ നിക്കണ എന്റെ ചെറുത്തക്കാളുടെ അടുത്താണ്. അപ്പൊ ഈ ചെറുത്തക്കാളുടെ തൈ നമ്മ നട്ടതൊന്നുമല്ല, തനിയെ മുളച്ചതാണ് ട്ടാ. നമ്മ ടെറസിലൊക്കെ നന്നായിട്ട് കഴിഞ്ഞ വർഷം ചെറുത്തക്കാളി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കിളികളൊക്കെ തിന്നിട്ട് വിത്ത് വീണ് തനിയെ മുളച്ചതായിരുന്നു. ഈ അടുത്ത ദിവസം ഉണ്ട്, നമ്മിത് കണ്ടിട്ടുണ്ടായില്ല, പുല്ലിന്റെ ഉള്ളിൽ കിടക്കണേന്ന്. അടുത്ത ദിവസമാണ് ഇതിന്റെ കടഭാഗം വരെ എവിടെയെന്ന് നമുക്കറിയില്ല. അപ്പൊ അടുത്ത ദിവസമാണ് തക്കാളി ഇങ്ങനെ പഴുത്ത് കിടക്കണ കണ്ടപ്പോഴാണ് നമ്മൾ നോക്കിയപ്പോ ഇതുമേല് നിറച്ച് തക്കാളി ഉണ്ടായി കിടക്കണെന്ന് കണ്ട. ഓരോ ഇലയുടെ ഇടകളിലും തക്കാളിയാണ് നിറച്ച് കായ്ച്ചു കിടക്കണ കണ്ട. പഴുത്ത് കിടക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പൊ നമ്മ പണ്ട് കാലത്ത് പറയുമല്ല, ഈ പടുമുള മുളച്ചേമ്മല് ഇഷ്ടം പോലെ കായ ഉണ്ടാവുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇത് ഉണ്ടായേക്കണത്. ഈ തക്കാളിയുടെ തൈ ഇങ്ങനെ പുല്ലിന്റെ ഇടയിൽ കൂടെ ഒക്കെ പടർന്ന് പോയേക്കണേണ്. പടർന്ന് പോയേക്കമലൊക്കെ പച്ച കണ്ട, പച്ചത്തക്കാളി നിറച്ചുണ്ടായിട്ടുണ്ട്. മൂക്കണ പഴുത്തിട്ടുണ്ട് കണ്ട. അതിന്ന് കിളിയൊക്കെ തിന്നിട്ടുണ്ട്. നമ്മൾ ഇതിന്ന് കുറച്ചൊക്കെ വിളവെടുത്തതാണ് ട്ടാ. പഴുത്തതൊക്കെ വിളവെടുത്തതാണ്. അപ്പൊ ചെറുത്തക്കാളി നടുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇഷ്ടം പോലെ കായ കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് ചെറുത്തക്കാളിക്ക്. പലതരത്തിലുള്ള ചെറുത്തക്കാളികൾ ഉണ്ട് കേട്ടാ. നമുക്ക് യെല്ലോ കളറില്ല, ചോക്ലേറ്റ് കളറില്ല, മഞ്ഞ, അതേപോലെ തന്നെ ഈ തക്കാളിയുടെ ടൈപ്പിലുള്ളത്. അതിന് പല വെറൈറ്റി തക്കാളി. പക്ഷെ ഈ റെഡൊക്കെ ഒരുപാട് ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. നമുക്ക് ഇഷ്ടം പോലെ തക്കാളി കായ്ച്ചിട്ട് ഈ റെഡ് ഇതേപോലത്തെ ഉരുണ്ട സൈസ് പല നീളം ടൈപ്പ് റെഡും ഉണ്ട് കേട്ടാ. ഇത് നല്ലൊരു പുളി കലർന്ന രസമൊക്കെയാണ്. നമുക്ക് ഫ്രൂട്ടായിട്ട് കഴിക്കാനും ജ്യൂസ് ഉണ്ടാക്കാനും കറിയിലിടാനും സലാഡ് ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലൊരു തക്കാളി തന്നെയാണ്. അപ്പൊ ഈ ചെറുത്തക്കാളുടെ കമ്പ് മുറിച്ചു നമുക്ക് നടാട്ടാ. ഇപ്പൊ ഞാനിപ്പോ ഇതിന്ന് കുറെ കമ്പ് മുറിച്ച് നടാൻ പോവുകയാണ്. കമ്പ് മുറിച്ച് നട്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തക്കാളി ഉണ്ടായി കിട്ടുകയും ചെയ്യും. അപ്പം ചെറുത്തക്കാളിയൊക്കെ എല്ലാവരും വീട്ടില് വെച്ച് പിടിപ്പിക്കണം.